നമ പാർവതീപതയ ഹര ഹര മഹാദേവ. വിത്തിൻ സം മിനിറ്റ്സ് ഒന്നുമില്ലാത്തവനിൽ നിന്നും എല്ലാം ഉള്ളവനിലേക്കുള്ള ഒരു ഷിഫ്റ്റ്, അതാണ് ഇവിടെ സംഭവിച്ചത്. ഇതാണ് സെക്ടർ 18 കൽപ്പവൃക്ഷ ദ്വാർ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആശ്രമമാണിത്. അപ്പം ഇവിടെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിന്റെ കവാടത്തിൽ തന്നെ ഇവിടെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേദവ്യാസ മഹർഷിയുടെ ഒരു വലിയൊരു കാണാം. കവാടത്തിൽ തന്നെ ഒരു ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രവും ഉണ്ട്. പക്ഷേ ഇതെല്ലാം ടെമ്പററി ആണ്. 28 ശിവരാത്രി വരെ നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം നമുക്കിവിടെ കിട്ടി. 26-ാം തീയതി വരെ നമുക്ക് സൗജന്യമായിട്ടുള്ള താമസവും ഫുഡും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് നമുക്കിവിടെ. അപ്പോൾ അങ്ങനെ വളരെ ഒരു ഭാഗ്യം കിട്ടി. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കിവിടെ ഒരു കണക്ഷൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ വന്നു ഏതെങ്കിലും ഒരു അഖാഡെ താമസിക്കണം എന്നുള്ളൊരു മനസ്സിലൊരു ആഗ്രഹമായിട്ടാണ് വന്നത്. ശിവരാത്രി ആയപ്പോഴത്തേക്കും അവസാന ദിവസങ്ങളാണല്ലോ, അപ്പം അഖാഡകളൊക്കെ പിരിഞ്ഞു. അളിയൻ 21-ാം തീയതി ഇവിടെ വന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ എനിക്ക് ഇവിടെ ഒരു ഇത് കിട്ടി, ഈ ഒരു ഫെസിലിറ്റി എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാനത് തന്നെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് അത് ഞാൻ കണക്കാക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇത് ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. ഈ രണ്ട് സൈഡിൽ നിങ്ങൾക്ക് കാണാം, ടെൻറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ആൾക്കാർ താമസിക്കുന്ന ടെൻറ്റുകളാണ്. രണ്ട് ഡോക്ടേഴ്സിൻ്റെ സേവനം നമുക്കിവിടെ ലഭ്യമാണ്. ഇവിടെ ഇപ്പം ഭോജനം സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഉച്ചക്കത്തെ ഭോജനമാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒരേ സമയം മനസ്സും വയറും നിറയ്ക്കാൻ കഴിവുള്ള സ്വാദിഷ്ടമായ ഭോജനം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടെൻറ്റ്. അപ്പം ഇവിടെ ഞങ്ങൾ 6 പേരുണ്ട്. ചിലപ്പോൾ എല്ലാവരുമായിട്ട് ഞങ്ങൾ പരിചയമായി. ഇപ്പോൾ ഞങ്ങൾ ആ മൂലയിൽ വലിച്ചു വാരിയിട്ടിരിക്കുന്ന ബെഡാണ് എൻ്റെ ബെഡ്. ഇതാണ് ടെൻറ്റിൻ്റെ സെറ്റപ്പ്. കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാർ, ഇപ്പോൾ നമ്മുടെ സ്വന്തം ആൾക്കാരെന്ന് പറയാനുള്ള ഇവിടെ നമ്മുടെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത് സന്ദീപ് ഏട്ടൻ, അത് സ്വയംപ്രഭ ചേച്ചി. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു സ്വാമിയുണ്ട്. അപ്പം അദ്ദേഹം വെളിയിൽ എവിടെ പോയിക്കുവാണ്. പുള്ളി ഈ ബെഡിലാണ്. UK എന്ന് വന്നപ്പോൾ എനിക്കിവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒന്ന് വിശ്വസിച്ച് സംസാരിക്കാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല. കിടക്കാനിടം, സൗജന്യമായി ഭക്ഷണം, കൂടെ സഞ്ചരിക്കാൻ വിശ്വസ്തരായ ആൾക്കാർ. ഇനി എന്തു വേണം? കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് ഒന്നുമില്ലാത്തവനിൽ നിന്നും നീ എന്നെ എല്ലാം ഉള്ളവനായി വളർത്തിയിരിക്കുന്നു. ഹര ഹര മഹാദേവ. അല്ലെങ്കിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം എൻ്റെ സുരക്ഷിതമായ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ വേണ്ടപ്പെട്ടവരുടെ പ്രാർത്ഥനയുടെ ഫലവുമായിരിക്കാം.